Not everyone will see the road that you walk. They don't feel the weight or hear your inner talk. Our strategy is stand united, grow unlimited to financial freedom. It's leading you home. അനീഷ് സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ വയനാട്ടിൽ അല്ലേ? അതെ, നിങ്ങളൊന്ന് പറയൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സാൻഡൽവുഡ് പ്ലാന്റേഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് നമുക്കിവിടെ 5 സെന്റ് ഭൂമി വീതം 20 ചന്ദന തൈകളോട് കൂടി നമ്മൾക്കിവിടെ പ്ലോട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വന്നപ്പോൾ ഞങ്ങൾക്കിവിടെ ആധാരം രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുടെ പേരിലോട്ട് ആധാരം ചെയ്ത് തന്നു. ഇതുപോലെ ഒത്തിരി ആളുകൾ ഇവിടെ പ്ലോട്ടുകൾ ആധാരം ചെയ്ത് വാങ്ങി. അപ്പോൾ ആ പ്ലോട്ടുകൾ ആധാരം ചെയ്ത് വാങ്ങിയ ആളുകൾ അവരിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആരംഭിക്കുകയും തുടർന്ന് ഈ ഒരു പ്ലോട്ടിൻ്റെ പേര് തന്നെ ഈ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ബോർഡ് തന്നെ മാറ്റി എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇതിൻ്റെ ഉള്ള ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് തന്നെ നോക്കി നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ 15 വർഷത്തോളം നമ്മൾ ഈ ഒരു ചന്ദനത്തിനെ പരിപാലിക്കുന്ന കാര്യത്തിൽ എഗ്രിമെൻറ്റോടുകൂടി തന്നെ നമ്മളോടൊപ്പം ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്പനി തന്നെ നമ്മളുടെ ഈ ഒരു ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ചുറ്റിനും ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഒരു ഫെൻസിങ് ചുറ്റിനും ചെയ്തിരിക്കുന്നു. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചന്ദനത്തിൻ്റെ വളർച്ച കൂടുന്നതനുസരിച്ചിട്ട് ഇതിന് ഏകദേശം 20 അടി ഹൈറ്റിലാക്കിക്കൊണ്ട് ഇലക്ട്രിക് ഫെൻസിങ്ങിലേക്ക് മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്ലോട്ടിനെ CCTV ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഈ ഒരു പ്ലോട്ടുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോണിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ എവിടെയുള്ള ആളുകളാണെങ്കിലും പല സ്ഥലത്തുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾക്ക് ഏത് സമയത്തും ഏത് രാത്രിയിൽ പോലും നമുക്ക് നമ്മുടെ പ്ലോട്ട് നമ്മുടെ ഫോണിൽ CCTV ചെയ്ത് നന്നാക്കുന്ന കാരണം കൊണ്ട് എപ്പോഴും ഇതുപോലെ ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, CCTV മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ CCTV ചെയ്തുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. കണ്ടോ, ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പോലും നമുക്കിവിടെ കാണാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇവിടെ ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡോഗ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഹൈ സെക്യൂരിറ്റി ഡേ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡ്സുകളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്കറിയാം 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് ക്യാമറയാണ് ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ലൈവ് വ്യൂ എപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോണിൽ തന്നെ. പിന്നെ ചന്ദനം വളർന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു 10-15 വർഷത്തോളം നമുക്കിവിടെ ചന്ദനം വളർത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ തന്നെ ഓരോ മരത്തിലും ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ട് തന്നെ ചിപ്പ് സെക്യൂരിറ്റി കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ലാൻഡ് ഓണേഴ്സിന് അവരുടെ ഫോണിലേക്ക് അതിൻ്റെ സിഗ്നൽ കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്യൂരിറ്റി കൺട്രോൾ റൂമിലേക്ക് സിഗ്നൽ പോകുന്നു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും. അതോടൊപ്പം തന്നെ MDയുടെയും ചെയർമാൻ്റെ എല്ലാം അവരുടെയും ഫോണിലേക്കും ഇതിൻ്റെ ഒരു സിഗ്നൽ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൈ സെക്യൂരിറ്റി ആ ഒരു ചിപ്പ് സെക്യൂരിറ്റിയിലൂടെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത് മാത്രം പോരല്ലോ, ഇവിടെ ഡേ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡ്സുകളുടെ സർവീസ് കമ്പനിയോട് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി വളർന്ന ആംഡ് ഫോഴ്സ് അടക്കമുള്ള ഹൈ സെക്യൂരിറ്റി ഇവിടെ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിനെല്ലാം പരിചരിക്കാൻ വേണ്ടിയിട്ടുണ്ട്, ചന്ദനത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്കറിയാം ഇവിടെ ഹോസ്റ്റ് പ്ലാന്റുകൾ വെച്ചിരിക്കുന്നു. ചന്ദനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇതാണ് നമ്മുടെ ചന്ദനത്തൈയെങ്കിലും ചന്ദനം ഒരു അർദ്ധപരാഗ സസ്യമാണ്. കാരണം ഒറ്റയ്ക്ക് ഇതിൻ്റെ മണ്ണിൽ നിന്ന് ന്യൂട്രീഷൻസ് വലിച്ചെടുക്കാനുള്ള കഴിവില്ലാത്തതിൻ്റെ പേരിൽ തന്നെ ചന്ദനത്തിന് എപ്പോഴും വളരുന്നതിന് മറ്റ് സസ്യങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. ഇതൊരു പൊന്നാങ്കണ്ണി ചീര എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു ചീരയാണ്. ഇത് ഹോസ്റ്റാണ് ഇതിൻ്റെ. കാരണം ഇതിൻ്റെ വേരുകളാണ് ഈ ഒരു ചന്ദനത്തിന് ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഏകദേശം 1 വർഷത്തിനടുക്ക പിടിച്ച് തന്നെ തൂവരപ്പയർ അങ്ങനെയുള്ള മറ്റ് സസ്യങ്ങളുടെ സഹായം വേണ്ടി ഇവിടെ ചുറ്റിന് കാണാം. അങ്ങനെയുള്ള സസ്യങ്ങളെല്ലാം വെച്ച് ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വർഷത്തിനുള്ളിൽ തന്നെ അടുത്തൊരു വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ മറ്റ് വലിയ മരങ്ങളായിട്ടുള്ള കണിക്കൊന്ന, ചീമക്കൊന്ന, ആര്യവേപ്പ് പോലുള്ള മരങ്ങൾ ഹോസ്റ്റായിട്ട് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സഹായത്തോടു കൂടി 10 മുതൽ 15 വർഷം കൊണ്ട് നമുക്കൊരു 3.5-4 കോടിക്ക് മേലെ ഒരു വരുമാനത്തിലേക്ക് ഈ ഒരു 5 സെന്റിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള 20 ചന്ദന മരങ്ങളിൽ നിന്ന് ഇതിൽ ആധാരം ചെയ്ത് വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഗവൺമെൻറ് തന്നെ പണം അവർക്ക് ട്രഷറി വഴി നൽകുന്ന രീതിയിലേക്കാണ് ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹൈ സെക്യൂരിറ്റിയോട് കൂടി നമുക്കൊരു ചെറിയൊരു എമൗണ്ടിൽ നമുക്കിവിടെ ആധാരം ചെയ്ത് നമ്മുടെ പേരിലോട്ട് മാറ്റിക്കൊണ്ട് നമുക്കൊരു 50 മടങ്ങിലധികം വില വർദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ 50 മടങ്ങിലധികം നമ്മുടെ ആ ഒരു ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ മാറ്റിയെടുത്തുകൊണ്ട് ഹൈ റിട്ടേൺ നമുക്ക് നൽകുന്ന വലിയൊരു പ്രൊജക്റ്റാണ്
നമുക്ക് ഈ ഒരു സാൻഡൽവുഡിൻ്റെ ഈ ഒരു പ്ലാന്റേഷനിലൂടെ കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആണ് നമുക്ക് ജസ്റ്റ് റിയൽ എസ്റ്റേറ്റോട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ വേറൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പോൾ നമുക്ക് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അവരിപ്പം മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ വെൽഫെയർ അസോസിയേഷൻ എന്ന രീതിയിലാണോ ചെയ്യുക, അതോ കമ്പനിയാണോ ഡയറക്റ്റ് ചെയ്യുക? വെൽഫെയർ അസോസിയേഷൻ നിങ്ങളുടെ ഈ സ്ഥലം വാങ്ങിയ ആൾക്കാരുടെ ഒരു അസോസിയേഷനാണോ? അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ പരിപാലനവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ഇപ്പോൾ നമ്മൾ ഈ പ്ലോട്ട് വാങ്ങിയപ്പോൾ മുതൽ കമ്പനി നമുക്കൊരു എഗ്രിമെന്റ് തരുന്നുണ്ട്, മെയിൻ്റനൻസ് എഗ്രിമെന്റ്, ആനുവൽ മെയിൻ്റനൻസ് എഗ്രിമെന്റ്. അത് 15 വർഷത്തേക്കുള്ള ഒരു എഗ്രിമെന്റോട് കൂടി തന്നെ നമുക്ക് തരുന്നത്. അപ്പോൾ കമ്പനി തന്നെയാണ് ഇതെല്ലാം നോക്കി നടത്തി തരുന്നത്. പക്ഷെ ഞങ്ങൾ ഒരു സംഘടന ആണ് കമ്പനിയോട് ഓരോ കാര്യങ്ങളും ഇവിടെ അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. കാരണം ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് കമ്പനിയായിട്ട് ചെയ്യണമെന്ന് എപ്പോഴും നിർബന്ധമില്ല. അപ്പോൾ അവരൊരു അസോസിയേഷന്റെ ഭാഗമാണ്. ആ അസോസിയേഷനിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തി കമ്പനിയുമായിട്ട് അത് ഡിസ്കസ് ചെയ്ത് കമ്പനിയെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രൊസീജിയർ. അപ്പോൾ 15 വർഷം കഴിഞ്ഞാലോ 15 വർഷം കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്ലോട്ട് നമുക്ക് വേണമെങ്കിൽ വിൽക്കാം. അതിൽ എപ്പോഴെങ്കിലും വിൽക്കാം. വാങ്ങിയൊരു വ്യക്തിയെ സംബന്ധിച്ചുള്ള നമ്മുടെ പേരിലുള്ള ആധാരം ചെയ്ത ഭൂമിയാണ്, നമുക്ക് എപ്പോഴെങ്കിലും വിൽക്കാം. പക്ഷേ ഇതിൽ ചന്ദനത്തൈ ഉള്ളത് കാരണം ഒരാളും വിൽക്കില്ല. കാരണം ഇപ്പൊ തന്നെ വാങ്ങിയ എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ടുകൾ തരാമെന്ന് പറഞ്ഞാൽ പോലും ഒരാളും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. തീർച്ചയായിട്ടും പൊന്മുട്ടിടുന്ന താറാവിന് ഒരാളും കൊടുക്കില്ല. കാരണം ഇതിനെക്കുറിച്ച് 20,000 രൂപയായിരുന്നു ഈ പറഞ്ഞ ഒരു കിലോക്ക് കാതലിന് വില. അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 1980 1 കിലോ ചന്ദനത്തിന്റെ വില എന്ന് പറയുന്നത് 20 രൂപയായിരുന്നു. 90-ൽ എത്തിയപ്പോൾ അത് 200 രൂപയായിട്ട് കൂടി. 2008-ലേക്ക് എത്തിയപ്പോൾ അത് 3000 രൂപയായിട്ട് മാറി. ഈ 3000-ൽ നിന്ന് പിന്നെ ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ 2023-ലേക്ക് എത്തിയപ്പോൾ അത് 20,000 രൂപ മറികടന്ന് ഇപ്പോൾ ഏകദേശം 24,000 രൂപയിലേക്ക് വരും ഇപ്പോൾ. അപ്പോൾ 7-8 മടങ്ങ് കഴിഞ്ഞ 15 വർഷം കൊണ്ട് വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 15 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഒരു 10 മടങ്ങിന് മേലെ വില വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 5 കോടി വരെ പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും നമ്മളിവിടെ ഒരു 4.5 കോടി വരെ ധൈര്യമായിട്ട് നമുക്കിവിടെ 100% കിട്ടും ഉറപ്പുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് പഠിച്ചതിന് ശേഷമാണ് ഞാനും 5 സെന്റിന്റെ ഭൂമിയിൽ 20 ചന്ദനം തോടൊപ്പം തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ആധാരം ചെയ്ത് വാങ്ങി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കാണാം. കാരണം ഇവിടെ ഒത്തിരി പ്രോപ്പർട്ടികളാണ്. ഏകദേശം 70-72 പ്രോപ്പർട്ടികളൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ തന്നെ നിലവിൽ ആധാരം ചെയ്ത് പോയി കഴിഞ്ഞു. ഒത്തിരി ആളുകളുടെ പ്ലോട്ട് വിസിറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാ പ്രോപ്പർട്ടിയിലേക്കും 10 അടിയോളം വരുന്ന വഴിയിടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കണ്ടോ, വഴിയെല്ലാം വിട്ടുകൊണ്ട് എല്ലാ പ്രോപ്പർട്ടിയിലേക്കും നമുക്ക് കയറാനുള്ള നമുക്കൊരു 10 അടിയോളം വരുന്ന വഴി ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ നമുക്ക് പല പ്രൊജക്റ്റുകളും ഇവിടെ കമ്പനിക്ക് വരുന്നുണ്ട്. കാരണം സാൻഡൽവുഡ് പ്ലാന്റേഷന്റെ ഇടയിൽ ഒരു കോട്ടേജ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊജക്ട് കൂടിയിട്ട് വരുന്നുണ്ട്. അതായത് 5 സെന്റിന്റെ ഭൂമിയിൽ ഇത് 20 ചന്ദനമാണ്. ആ കോട്ടേജ് വരുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ 5 സെന്റിന്റെ ഭൂമിയിൽ 16 ചന്ദനവും ഒരു 400 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കോട്ടേജിന്റെ ഒരു പ്രൊജക്ട് കൂടിയിട്ട് കമ്പനി അനൗൺസ് ചെയ്തു. അത് വേറെ സ്ഥലത്താണ്. ഇപ്പൊ ഞാനിപ്പോ ആ കോട്ടേജ് തുടങ്ങാൻ പോകുന്ന സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. ഇതിലൂടെ നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ പല സ്ഥലത്ത് CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് CCTV കാണാം. അത് ഓരോ ലാൻഡ് ഓണേഴ്സിനും CCTV ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ എവിടെ നിന്നും ഡേ നൈറ്റ് നമുക്കത് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു സൗണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലും ഓരോ ലാൻഡ് ഓണേഴ്സിനും കേൾക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ പറയാണ് ചന്ദനമൊക്കെ വളർന്ന് പന്തലിച്ച് നമുക്കൊന്ന് മുറിച്ചുകൊണ്ട് പോയാൽ അങ്ങനെ പറഞ്ഞാൽ പോലും ഇവിടെ ലാൻഡ് ഓണേഴ്സ് എല്ലാവരും അത് കേൾക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ ഹൈ സെക്യൂരിറ്റിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഇതിന്റെ വളർച്ച എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 അടിക്ക് മുകളിലേക്ക് 20 അടി 25 അടി മുകളിലേക്കൊക്കെ ഹൈറ്റിലേക്കൊക്കെ പോകുന്ന രീതിയിൽ വലിയ രീതിയിലൊക്കെ വളരും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നല്ല. ഞാൻ ഇത് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കിയത്. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാതെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. പഠിച്ചതിന് ശേഷമാണ് ഞാനും എൻ്റെ പേരിലേക്ക് 5 സെന്റ് ഭൂമി, എൻ്റെ കുട്ടികളുടെ ഭാവി, എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് ഇതെല്ലാം എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അസറ്റ് ഇപ്പോൾ തന്നെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ പറയാം. ഇത്രയും നല്ലൊരു പ്രൊജക്റ്റ് തന്നെ. അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് ഇന്ന് ഫസ്റ്റ് ടൈം ഒന്ന് കാണാൻ വരികയാണ്. എന്തായാലും ശരിക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ വീഡിയോ കണ്ടു, ഇത്രയും സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്കൊരു സ്ഥലം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ബോധ്യം ഉണ്ടല്ലോ. അതെ തീർച്ചയായിട്ടും കൺവിക്ഷൻ. കാരണം ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിച്ചപ്പോൾ ആരെങ്കിലും ഇത് ചെയ്യണമല്ലോ. കാരണം
ഗവൺമെന്റ് കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി 2024 ബഡ്ജറ്റിൽ ആദ്യമായിക്കൊണ്ട് ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പബ്ലിക്കിനോട് അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ പോലും പല ആളുകളും ഇതും ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ പല ആളുകൾക്കും പേടിയാണ്. ചന്ദനം എന്ന് പറയുന്നത് മോഷണം നടക്കുന്ന ഒന്നാണല്ലോ, അല്ലെങ്കിൽ ഫോറസ്റ്റ് മുറിക്കാൻ സമ്മതിക്കോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസത്തെ വേറൊരു ന്യൂസ് ഉണ്ട്, നമ്മുടെ പ്ലോട്ടിലുള്ള ചന്ദനത്തെ നമുക്ക് തന്നെ മുറിച്ചുകൊണ്ട് ഡിപ്പോയിൽ ഏൽപ്പിക്കാം എന്നുള്ള ഒരു ന്യൂസ് കൂടി കഴിഞ്ഞ മാസം. അപ്പൊ അങ്ങനെ പുതിയ പുതിയ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് ഞങ്ങൾ ഈ ഒരു പ്ലാന്റേഷൻ വാങ്ങിയതിന് ശേഷം മിക്കപ്പോഴും പത്രത്തിലും പത്രമാധ്യമങ്ങളിലും നമുക്ക് എപ്പോഴും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി, അത് ഹൈ റിസ്ക് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ചന്ദനം കൃഷി ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഒരു 5-10 സെന്റ് സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഞാൻ ചിന്തിച്ചു, അത് ശുദ്ധ മണ്ടത്തരാണ്. കാരണം എന്താ, എനിക്കൊരിക്കലും CCTV ചെയ്യാൻ പറ്റും, ഉറങ്ങാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതല്ല, ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് CCTV ചെയ്യാം. CCTV സിമ്പിൾ ആണല്ലോ, ചെയ്യാം. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു രാത്രി ഒരു 12 മണിയാകുമ്പോൾ മോഷ്ടാക്കൾ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയാൽ പിറ്റേ ദിവസം രാവിലെ CCTV ഔട്ട്പുട്ടിൽ നമ്മളിത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. CCTV ഒരിക്കലും കള്ളനെ പിടിച്ചിട്ടില്ല. അപ്പൊ അവിടെ കുറച്ചും കൂടി ടെക്നോളജി വേണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിപ്പും ഘടിപ്പിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു ഡേ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡ്സുകളുടെ സർവീസ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിന് എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു വലിയൊരു എക്സ്പെൻസോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ വരുന്നില്ല. ഗ്രൂപ്പ് ഫാമിംഗ് ആയതിന്റെ പേരിൽ നമുക്കത് വലിയൊരു എക്സ്പെൻസ് അല്ല, ഒരു ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. ശരിക്കും ഒരു മാസത്തിൽ ഒരു 2, 3, 4 പണിക്കാരെ വെച്ചിട്ട് ജോലിക്കാരെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എമൗണ്ട് എത്രത്തോളം പോകും. നമുക്കൊരു മന്ത്ലി ഇവിടെ കൃഷിക്കാർ പോലും ഇതിന് വെള്ളവും വളവും മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് വേണ്ടി കൃഷിക്കാരുടെ സപ്പോർട്ട് പോലും കമ്പനി നൽകുന്നു. അപ്പോൾ നമുക്ക് ധൈര്യമായിക്കൊണ്ട് അവിടെ നമ്മുടെ സ്ഥലം, ഞാനിപ്പോൾ എറണാകുളമാണ്, പക്ഷേ വയനാട്ടിലേക്ക് ഒരു 8 മണിക്കൂർ യാത്ര ചെയ്ത് വരണം. എനിക്കിവിടെ എന്നും വരണ്ട. പക്ഷെ എങ്കിൽ പോലും കമ്പനിയുടെ ഒരു മാസത്തിൽ 1-2 തവണ ഇവിടേക്ക് വിസിറ്റേഴ്സിനെ കൊണ്ടുവരുമ്പോൾ എനിക്കും ചില ഗസ്റ്റിനോട് പറയുമ്പോൾ, വിസിറ്റേഴ്സിനോട് പറയുമ്പോൾ, ഞാൻ അവരോടൊപ്പം വരുമ്പോൾ എൻ്റെ ചന്ദനമരങ്ങൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് ലൈവായി കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും അല്ലെ ഒരാഗ്രഹം തോന്നും. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുന്നു, വിസിറ്റ് ചെയ്യുന്നു, പോകുന്നു, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മനസ്സിനൊരു കുളിർമയാണ് നമുക്ക് ഇടയ്ക്ക് ഇവിടെ വരികയാണെങ്കിലും നമ്മുടെ സ്ഥലം മാത്രമല്ല അല്ലെ, ആ ഒരു വയനാടിന്റെ ഭംഗി, വയനാടിന്റെ. അതല്ലെങ്കിൽ ഞാനിങ്ങനെ ആലോചിച്ചിത്രേ ഉള്ളൂ, ഞാനൊരു പ്രൊഫഷണലി ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഫോട്ടോഗ്രാഫിയിൽ നിന്ന് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം ഉണ്ട് മന്ത്ലി. ഇത് ഞാൻ ഇപ്പോഴും EMI-യിലും മറ്റു കാര്യങ്ങളിലൂടെയാണ് പുതിയ പുതിയ സാധനങ്ങൾ, ഒക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനം ഞാൻ നോക്കുമ്പോൾ ഇല്ല. കാരണം 2 വർഷം കഴിയുമ്പോൾ ക്യാമറ പുതുക്കണം, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും EMI എടുത്തുകൊണ്ട് പുതിയ ക്യാമറ വാങ്ങണം. അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും എക്സ്പെൻസ് ആണ്. എനിക്ക് പുതിയൊരു കാര്യങ്ങൾ ചെയ്യാൻ EMI ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല. എനിക്കൊരു വീട് വെക്കണമെങ്കിൽ തന്നെ ആ ഒരു അവസ്ഥയാണ്, ഞാനൊരു EMI തന്നെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്തിക്കുമ്പോൾ EMI-യിലൂടെ തന്നെ നമ്മളുടെ ജീവിതം മരണം വരെ ചിലപ്പോൾ EMI ആയിക്കോളും. മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എന്താ ചിലവ് വരണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ കരുതി ഞാൻ ഇങ്ങനെ തന്നെ പോയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇതാണെങ്കിൽ എനിക്ക് ഇന്ന് EMI-യുടെ ഒരു വലയത്തിലാണ് ഞാനെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ വ്യത്യസ്തമായിക്കൊണ്ട് എന്തെങ്കിലും ചെയ്താലേ എനിക്ക് വ്യത്യസ്തമായിക്കൊണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതെന്തുകൊണ്ട് ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റാണ്. കാരണം ഒരു ലോങ് ടൈം എനിക്ക് ഏറ്റവും നല്ലൊരു സേവിങ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും നല്ലൊരു അസറ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 100% ഉറപ്പുണ്ട്, ഒരു 4-5 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഞാൻ സ്വന്തമാക്കി. ഇനിയും ഞാൻ പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കുട്ടിയാണ്. രാധാകൃഷ്ണൻ സാർ 72 വയസ്സോളമായ ഒരു യൂത്ത് ഐക്കണാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം 2 പ്രോപ്പർട്ടി ഞാൻ അദ്ദേഹത്തെ മാതൃകയാക്കൊണ്ട് ഇവിടെ 2 പ്രോപ്പർട്ടി തൊട്ടപ്പുറത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങി എന്നുള്ളതാണ്. അപ്പൊ അത്രയും കൂടുതൽ കടന്നു ചിന്തിച്ചു. ഈ പ്രായത്തിൽ ഇദ്ദേഹം എന്തിനാണ് ഇത്രയും കടന്നു ചിന്തിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞത് എന്റെ ചെറുമക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു പ്രൊജക്ട്. എനിക്ക് ഒരു 1000 രൂപ മാസത്തിൽ കുരുവിക്കാൻ നോക്കുമ്പോൾ എൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആഗ്രഹം ഉണ്ടായപ്പോൾ, വാങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ അതിനുള്ള സംഗതികൾ ദൈവം തന്നെ തന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ബിസിനസ്സിലൂടെ തന്നെ നേടിയെടുത്ത പൈസ കൊണ്ടാണ് ഞാൻ ഈ പ്രോപ്പർട്ടി 2 വാങ്ങിച്ചതും ഇപ്പോൾ 3ാമത്തെ പ്രോപ്പർട്ടി വാങ്ങിച്ചതൊക്കെ തന്നെ. അത് മാത്രമല്ല, ഒരു 5.5 ലക്ഷം രൂപ വീണ്ടും ഇതിലൊരു ഷെയർ എടുത്തിട്ടുണ്ട്. ആ ഷെയറിൽ നിന്ന് നമുക്ക് ഏകദേശം അടുത്ത അവസരത്തിൽ തന്നെ അത് ഇരട്ടിയായിട്ട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷെയറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് പറഞ്ഞല്ല, ആ കമ്പനി നമുക്ക് തന്നൊരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇതിനകത്ത് ഭാഗമായി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനെ
നമുക്ക് ഹൈ റിട്ടേൺ കിട്ടുന്ന രീതിയിലൊരു പ്രൊജക്റ്റ് കൂടി കമ്പനി അവതരിപ്പിച്ചെന്നുള്ളതാണ്. കാരണം ഇത് ഓൾറെഡി നമ്മൾ വാങ്ങി, ഇതൊരു സേവിങ് പ്ലാൻ ആണ്. അതായത് ഞാനിപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് നാളെ തന്നെ ഇതിൽ നിന്ന് ചന്ദനം വളർന്നുകൊണ്ട് വരുമാനം കിട്ടും, എനിക്ക് ഉറപ്പില്ല. കാരണം നമുക്കറിയാലോ, ഒരു മരം വെച്ച് കഴിഞ്ഞാൽ അത് വളരാനൊരു സമയം വേണം. ഞാൻ അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു 15 വർഷത്തേക്കുള്ള ലോങ് ടൈം സേവിങ് ആണ് ഞാനിവിടെ ചെയ്തെങ്കിൽ ഷോർട്ട് പീരീഡിൽ ഒരു ഹൈ റിട്ടേൺ കിട്ടുന്ന പ്രൊജക്റ്റ് കൂടി കമ്പനി അവതരിപ്പിച്ചു. കാരണം ഈ പ്ലോട്ടുകളെല്ലാം വാങ്ങിയിരിക്കുന്നത് കമ്പനി MD ഇപ്പോൾ വന്ന ചെയർമാൻ ആരും കൂടിയാണെങ്കിൽ ഇതുപോലത്തെ 700 പ്രൊജക്റ്റുകളാണ് അവർ ലക്ഷ്യം കണ്ടിട്ടുള്ളത്. അതായത് 2 ഏക്കർ വീതമുള്ള 700 പ്രൊജക്റ്റുകൾ. അങ്ങനെ ഇതെല്ലാം വാങ്ങുന്നതിൽ പോലും ഞങ്ങൾ ചോദിച്ചൊരു കാര്യമാണ് സാറിൻ്റെ അടുത്ത്. കാരണം ഇത്തരത്തിലുള്ള പ്രൊജക്റ്റിൽ ഞങ്ങൾക്കും എന്തെങ്കിലും ഭാഗമാകാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ. കാരണം ഈ ഒരു പ്ലോട്ട് വിറ്റപ്പോൾ, ഈ ഒരു പ്ലോട്ട് വാങ്ങി മറിച്ച് വിറ്റപ്പോൾ ഒരു 3 മാസം കൊണ്ട് ഇത് ഫുള്ള് സെയിലായി. ഈ പ്രോപ്പർട്ടി ഫുള്ള് ഞങ്ങളെല്ലാവരും ആധാരം ചെയ്ത് വാങ്ങി എന്നുള്ള 3 മാസം കൊണ്ട് ഈ സെയിൽ കഴിഞ്ഞപ്പോൾ 1 CR ആണ് ഇതിന്റെ പ്രോഫിറ്റ്. അത് ഞങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് വാങ്ങിയ വിലയും തീർച്ചയായിട്ടും ഇത് വാങ്ങിയ വിലയും ഇത് വിറ്റ വിലയും ഒരിക്കലും ഒരു ആളുകൾക്ക് പറയേണ്ട കാര്യമില്ല. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പ്രോഫിറ്റ് എന്താണെന്നും, കാരണം ഇതിന്റെ വാല്യൂ വ്യത്യാസമാണ്. ഞാനിവിടെ 5 സെന്റ് ഭൂമി, ഇപ്പൊ രാധാകൃഷ്ണൻ സാർ ഇവിടെ 5 സെന്റിന്റെ ചന്ദന പ്ലോട്ട് വാങ്ങി. ഓക്കെ, വയനാടാണ് സ്ഥലം. വയനാട്ടിൽ ഭൂമിക്ക് വില എത്രത്തോളം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ വില കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ രാധാകൃഷ്ണൻ സാറ് ഇവിടെ ഒരു 5 സെന്റിന്റെ ഭൂമി വാങ്ങി എന്ന് വിചാരിക്കാം. ഞാൻ തൊട്ടപ്പുറത്തെ ആ വാഴത്തോട്ടം കാണുന്നില്ലേ, അവിടെ ഒരു 5 സെന്റിന്റെ ഭൂമി വാങ്ങി ഞാൻ വാഴ കൃഷിയോ അതല്ലെങ്കിൽ തേയിലയോ എന്തോ ആയിക്കോട്ടെ, റബ്ബറോ എന്തോ നട്ടു, അല്ലെങ്കിൽ വീട് വെച്ചു, എന്തോ ആയിക്കോട്ടെ. 15 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 15 years രാധാകൃഷ്ണൻ സാർ ഇവിടെ നിന്ന് 5 കോടി രൂപ കൊണ്ടുപോകും. മനസ്സിലായോ? ഞാൻ അവിടെ നിന്ന് എന്ത് കൊണ്ടുപോകും? ചിലപ്പോ കൃഷി ചെയ്താൽ അത് നഷ്ടത്തിലായിരിക്കാം. ചിലപ്പോ ഞാൻ ലോൺ എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ അറിയാം, കർഷകർ മൊത്തം ഇപ്പൊ എന്ത് കൃഷിയാണ് ലാഭത്തിലേക്ക് നോക്കുമ്പോൾ കർഷകർ മൊത്തം കടക്കണിയിലാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രോപ്പർട്ടി നമ്മൾക്ക് കമ്പനിയിലേക്ക് തന്ന ലിസിയാമ 20 വർഷമായിട്ട് ഇവിടെ പല കൃഷികളും ചെയ്യുന്നതാണ്. അവരുടെ ആധാരം ബാങ്കിലായിരുന്നു. ആ ബാങ്കിൽ നിന്ന് ആധാരം തിരിച്ചെടുത്തത് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കമ്പനി വാങ്ങിയപ്പോഴാണ്. അപ്പൊ അത്രയും സ്റ്റോറി. അവര് തന്നെ ഇതിൽ വന്നുകൊണ്ട് 5 പ്രോപ്പർട്ടി തിരിച്ചു വാങ്ങി. അങ്ങനെ ചിന്തിക്കാം, ഇവിടെ ഇനിയും സ്ഥലമുണ്ട് അവർക്ക്. അപ്പൊ അവിടെയൊക്കെ ചന്ദന കൃഷി ഇവിടെ ഉണ്ടല്ലോ, തൊട്ടപ്പുറത്ത് കമ്പനി എടുക്കാത്ത അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ അവർക്ക് വേണമെങ്കിൽ ചന്ദനം നട്ടൂടെ. അപ്പൊ അവർ ചിന്തിച്ചെന്താണെന്നറിയോ, എനിക്ക് സെക്യൂരിറ്റി ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഈ കമ്പനിയോടൊപ്പം ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കമ്പനിയോടൊപ്പം ചങ്കുറ്റത്തോട് നിൽക്കുന്ന ഈ കമ്പനിയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 5 സെന്റ് ഭൂമി അവർ വാങ്ങിയാൽ അതിൽ സെക്യൂരിറ്റി ഉണ്ട്, അവരവിടെ ചെയ്ത സെക്യൂരിറ്റി. അതുകൊണ്ട് സ്വന്തം മക്കളുടെ പേരിൽ 6 മക്കളാണ് ഉള്ളതെങ്കിൽ ഒരാള് കന്യാസ്ത്രീ ആകാൻ വേണ്ടി മഠത്തിൽ ചേർന്നാണ്, ബാക്കി 5 മക്കളുടെ പേരിലും ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിയതാണ്. അപ്പൊ 5 പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വാങ്ങിയ ഒരു മേഡം കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ കമ്പനി വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഗ്യാപ്പിൽ നമുക്കറിയാം ഇവിടെ ഒരുപാട് ഗ്യാപ്പ് സ്പേസ് ഉണ്ട്. ഇവിടെ ഇടവേള കൃഷി കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയെ മാക്സിമം ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാന്നുള്ളത്. പക്ഷെ നമ്മൾ 5 സെന്റിന്റെ ഭൂമി വാങ്ങിയിട്ട് നമ്മൾ വന്നിട്ട് ഇവിടെ കൃഷി ചെയ്യാന്ന് ചോദിച്ചാൽ നടക്കും? ഇല്ല, തീർച്ചയായിട്ടും നടക്കില്ല. അപ്പോൾ അവിടെ കമ്പനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കമ്പനി നമ്മളുടെ കയ്യിൽ നിന്ന് തിരിച്ച് പാട്ടത്തിനെടുക്കുന്നു. നമുക്കൊരു പാട്ടക്കരാറ് ചെയ്തു തന്നുകൊണ്ട് ഒരു 5000 രൂപ ഇയർലി നമുക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട്, ഇങ്ങോട്ട് റിട്ടേൺ തരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ആദായം അതെന്തും ആയിക്കോട്ടെ, അത് കമ്പനി എടുക്കുന്നു. ലാഭമായാലും നഷ്ടമായാലും നമുക്ക് 5000 രൂപ. അതെ, അല്ലാതെ നമ്മളിവിടെ 5 സെന്റ് ഭൂമി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാൻ പോണില്ല. കമ്പനിക്ക് ഇത് മൊത്തത്തിൽ കൃഷി ചെയ്താൽ ഇവിടെ നിൽക്കുന്ന സഹായികളായിട്ട് നിൽക്കുന്ന ജോലിക്കാർക്ക് എന്തെങ്കിലും അവർക്കൊരു ആദായം അതിലൂടെ കിട്ടുന്നതാണ്. അങ്ങനെ പോലും മാക്സിമം ഔട്ട്പുട്ട് ഇവിടെ, കാരണം നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പനി ഇവിടെ ചെയ്തു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കൃഷി എന്ന് പറയുന്നത് അതിനെ മാക്സിമം ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ ഈ ഒരു പ്ലാന്റേഷൻ, ഈ ഒരു പ്ലോട്ടിലൂടെ കമ്പനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇത് കമ്പനി ചെയർമാനാണ് വരുന്നത്. അപ്പൊ കമ്പനി ചെയർമാൻ നിസാർ സാറിനും 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. സാറ് 2 വാക്ക് ഈ ഒരു പർപ്പസ് എന്താണ്? അപ്പൊ ഈ ഒരു പ്രോജക്റ്റ്, ഇങ്ങനൊരു പ്രോജക്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് പുതുമയുള്ളൊരു സംഭവമായിരിക്കും. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഭൂമി ഇവിടെ പണ്ട് മുതലേ ഉണ്ട്. അതുപോലെ തന്നെ ചന്ദനത്തെയും നേരത്തെ പോലെ ഇവിടെ ഉണ്ട്. അതുപോലെ ഇതിന് അനുകൂലമായിട്ടുള്ള നിയമങ്ങളും വന്നിട്ട് വർഷങ്ങളായി. പക്ഷെ ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടും ഇതൊന്ന് ഒരുമിച്ച് കൂട്ടിയപ്പോഴും ഇതൊരു പ്രൊജക്റ്റായി മാറിയതും ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഇതിനെക്കുറിച്ച് ഒരറിവ് കേട്ടുകേളില്ലാത്ത ആളുകൾക്ക് പോലും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാനും ഇതുപോലെ 5 സെന്റും 10 സെന്റും 20 സെന്റും 25 സെന്റൊക്കെ സ്വന്തമായിട്ട് വാങ്ങി ഭാവിയിൽ കോടീശ്വരന്മാരാവാനുള്ള ഒരു അവസരം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു സാമ്പത്തിക ഭദ്രത, കുട്ടികളുടെ ഫ്യൂച്ചർ, അതുപോലെ നമ്മളുടെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ലൈഫ് മറ്റുള്ളവരൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലേക്ക്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഈ ഒരു 5 സെന്റ് പ്ലോട്ടിൽ നിന്ന് 20 മരം മുറിച്ച് വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം 5 കോടി രൂപക്ക് മുകളിൽ കിട്ടാം.
5 കോടി നേരെ ബാങ്കിൽ കൊണ്ടുപോയി FD ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു 45 വയസ്സുള്ള ഒരാളാണെങ്കിൽ 60ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 58ാമത്തെ വയസ്സിൽ ഈ 5 കോടി രൂപ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ മാസം ഒരു 3 ലക്ഷം രൂപ കുറയാത്തൊരു എമൗണ്ട് മാസം ഒരു പെൻഷൻ പോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. പിന്നെ നമുക്ക് മരണം വരെ ജീവിതം ആസ്വദിച്ചൂടെ. ഇതുകൊണ്ടുള്ള വേറെ ബെനിഫിറ്റ് എന്താണെന്നറിയോ? സാധാരണ ഈ മക്കള് പേരക്കുട്ടികളൊക്കെ തിരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് നമ്മളുടെ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ പോലും. ഈ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം മക്കളായാലും പേരക്കുട്ടികളിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കയ്യിൽ കെടുക്കണ അസറ്റ് 5 കോടിയും 10 കോടി 20 കോടി കിടക്കാണ്. അതെ, മാസം ഒരു പെൻഷൻ പോലെ എമൗണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞാലും ഭൂമിയായിട്ട് അസറ്റ് ഉണ്ട്, അവിടെ ബാങ്കിൽ വേറെ FD പോലെ എടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് മരണം വരെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വകതിലുണ്ട്. ഒരിക്കലും വൃദ്ധസാധനത്തിൽ കൊണ്ടിടില്ല. ഒരിക്കലും തന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് മരണം വരെ ഹാപ്പി ആയിട്ട്. സംശയമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പം നമ്മളെ ബയർ എന്ന് പറയുന്നത് ഇപ്പൊ ചന്ദനത്തിന്റെ ബയർ ഇപ്പൊ ഗവൺമെന്റ് ആണല്ലോ. ഈ ഗവൺമെന്റ് ഇപ്പം നാളെ എന്തെങ്കിലും പോളിസി മാറ്റുമോ അങ്ങനെ എന്തെങ്കിലും സംഗതികളൊക്കെ ചെയ്യാലോ, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പോ നമുക്കറിയാലോ, ഇപ്പൊ എല്ലാവർക്കും രാജ്യം പുരോഗമിക്കണം, GDP കൂടണം, എല്ലാ രീതിയിലും ഉള്ള ഡെവലപ്മെന്റ്സും എല്ലാ സർക്കാരും ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓൾറെഡി കർണാടക സ്റ്റേറ്റിൽ നിയമം മാറി. നിങ്ങൾ പേടിച്ചൊരു കാര്യം അവിടെ സംഭവിച്ചു, പക്ഷെ നമുക്ക് അനുകൂലമായിട്ട് മാത്രം നിയമം മാറിയിരിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റും വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് മരം മുറിക്കുന്നത്. കർണാടകയുടെ ആവശ്യമില്ല, നമുക്ക് തന്നെ മുറിച്ച് ഇപ്പൊ അടുത്ത നിയമം മാറിയിട്ടുള്ളൂ. ഇവിടെയും വരാൻ പോകുന്ന ചിലപ്പോൾ 3-5 വർഷത്തിൽ അങ്ങനെ നിയമം മാറാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ നിന്ന് കിട്ടുന്ന മുറിക്കുന്ന മരങ്ങള് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ നല്ല കൊടുക്കാൻ പോകുന്നു. നിങ്ങളെ അതൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും ഇപ്പോൾ പുറത്തേക്ക് പോകണം. അപ്പൊ തന്നെ പറഞ്ഞത് നമുക്ക് കമ്പനിക്ക് വേണമെങ്കിൽ ചന്ദന ഫാക്ടറി തുടങ്ങാലോ. നമ്മളുടെ പ്രൊജക്റ്റിൽ ഭാഗമായിട്ടുള്ള ആളുകളുടെ ചന്ദനം നമ്മളെ എടുക്കുന്നു, നമ്മളതിന് വാല്യൂ അഡീഷൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല റേറ്റ് അത് തരാനല്ലേ ഞങ്ങൾ നോക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വിഷൻ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഈ പ്ലാന്റേഷന് വേണ്ടുന്ന സപ്പോർട്ടുകളുണ്ട്. ഓൾറെഡി നമുക്കിപ്പോ ഈ 2024 ബജറ്റില് നമുക്ക് കാര്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ തന്നിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പോ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിയമം സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അനുകൂലമാണ്, കർഷകർക്ക് അനുകൂലം. പിന്നെ ഇപ്പൊ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഫ്യൂച്ചറിൽ ഇനി പലതും വരാനുണ്ട്. നമ്മളും ഗവൺമെന്റുമായിട്ട് സെൻട്രൽ ഗവൺമെന്റൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ചില പദ്ധതികളൊക്കെ ഇങ്ങനെ പടിപ്പുരയില് പ്ലാനിങ്ങൾ നടക്കുന്നുണ്ട്, പുറത്തു വേറായിട്ടില്ല. അപ്പൊ അതൊന്നും കൂടെ ഒന്ന് ക്ലാരിറ്റി വന്നതിന് ശേഷം നിങ്ങളൊക്കെ അറിയിക്കും. സന്തോഷം സാർ. പിന്നെ ഇപ്പൊ ഇതൊരു സൊസൈറ്റിയുടെ ഭാഗമാണല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാധാകൃഷ്ണൻ മാഷ് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് വന്ന് ഇവിടുന്ന് ഒരു 1-2 പ്ലോട്ട് ഇതിലല്ലേ അപ്പുറത്ത് ടോട്ടൽ 3 പ്ലോട്ട് ഉണ്ട്. ഈ പ്ലോട്ട് മാഷ് വാങ്ങി, മാഷ് വിചാരിക്കണ്ട, മാഷ് ഇവിടെ വന്നിട്ട് മാസം നോക്കണ്ടേ ചന്ദനം വളരുന്നുണ്ടോ കള കയറുന്നുണ്ടോ എന്ന് നോക്കി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷ് ഇതൊരു സൊസൈറ്റിയിൽ അംഗമാണ്. സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സൊസൈറ്റിയിൽ അംഗമായതുകൊണ്ട് തന്നെ ഇതിൽ 40 അല്ലെങ്കിൽ 50 എത്രയാണോ പ്ലോട്ടുകൾ ഉള്ളത് അത്രയും പ്ലോട്ട് ഓണേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ആ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ മാഷിന് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിലും അവിടെ സൊസൈറ്റി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് വാച്ച് ചെയ്താൽ മതി, ഒന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അതും വലിയൊരു ഫെസിലിറ്റി ആണല്ലോ. ഇതൊരു കമ്പനിയുടെ ഒരു മോണോപ്പൊളി പ്രൊജക്റ്റ് ആണെങ്കിലും ഇതൊരു പൊതുജന സഹകരണത്തോടു കൂടി കൊണ്ടുപോകുന്ന ആ ഒരു സൊസൈറ്റി ആ ഒരു മോഡലിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ആളുകൾ നമ്മളിതൊരു എന്താ പറയാ ചന്ദന മാഫിയാന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് മുദ്രകുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് ഓടിച്ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്ട്, അതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ചുക്കാൻ പിടിക്കുന്ന ചെറിയൊരു അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസ് തരുന്ന ഒരു സർവൻസ്, അത്രേ ഉള്ളൂ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഇതിലൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സർവീസ് ചാർജ് വാങ്ങുന്ന സർവീസ് തരുന്നു. എപ്പോഴും കുറച്ച് ആൾക്കാർ വേണമല്ലോ. അതെ, എന്തിനൊരു നേതൃത്വം വേണം. അതെ, അത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഇല്ലായിക്കൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാ പ്രോജക്റ്റിലും എനിക്കും ബ്രദറിനും ഒരേ പ്ലോട്ട് ഉണ്ട്. അപ്പൊ പലരും ചോദിക്കും നിങ്ങൾക്ക് ഇതിലുള്ള ലാഭം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇപ്പൊ ഞങ്ങൾ 700 പ്രോജക്റ്റാണ് ഡെവലപ്പ് ചെയ്യുന്നത്. 700 പ്രോജക്റ്റിൽ നിന്നും ഓരോ 5 സെന്റ് വീതം 2 പേർക്ക് കിട്ടുന്ന 10 സെന്റ്. ഈ 10 സെന്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. ഏകദേശം 5 കോടി വെച്ച് കിട്ടും. 5-10 കോടി ഒരു പ്രോജക്റ്റ്. 700 പ്രോജക്റ്റിൽ 10 കോടി വെച്ചിട്ട് എത്രയും ഒരു 7,000 കോടി രൂപ. ഇത് കൂടാതെ ഒരു പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് ഓരോരുത്തരും 5 സെന്റ് മാഷേന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 75 ലക്ഷം രൂപ ഏകദേശം കിട്ടും. 3 പ്ലോട്ടിൽ 25 ലക്ഷം വെച്ച് മാഷക്ക് 5 കോടി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് 25 ലക്ഷം കിട്ടും സർവീസ് ചാർജ് ആയിട്ട്. അതും ഉണ്ടാവും ഈ 700 പ്രോജക്റ്റിൽ നിന്ന് ഒരു 7,000 കോടി. 7,000 14,000 കോടി അവിടെ ആയിട്ടുണ്ട്. പിന്നെ ഈ പ്ലോട്ട് വിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ഇതിന്റെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നതിന്റെ ചെറിയ ബെനിഫിറ്റ് പറയുന്നുണ്ട്. എല്ലാം കൂടെ പിന്നെ വേറെ കാര്യം ചോദിക്കണം, ഇപ്പൊ എല്ലാവർക്കും ഈ സ്ഥലം വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വലിയ എമൗണ്ട് കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിന് നമുക്ക് നിങ്ങളുടെ ഭാഗത്ത് EMI ഓപ്ഷൻ ഉണ്ടല്ലോ. 0 ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതായത് കാശുള്ളവർ മാത്രമല്ല, കാശില്ലാത്തവരും കയ്യിൽ ഒരുമിച്ച് പൈസ ഇല്ലാത്തവരും ഇതിലൂടെ കോടീശ്വരന്മാരാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പദ്ധതിയും കൂടെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 2 ലക്ഷം രൂപ മാസം ആദ്യം പേ ചെയ്തിട്ട് പിന്നീട് 80 മാസം കൊണ്ട് അടച്ചു തീർക്കാം. ഇനി അതും ഇല്ലാത്തവർക്ക് 80 മാസം കൊണ്ട് ഒരു 15,000 വീതം അടച്ചിട്ടാണെങ്കിലും അങ്ങനെയും സ്വന്തമാക്കാം.
അപ്പോൾ ഈ 2 ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് EMI എടുക്കുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് ഉള്ളത്, ഇപ്പോൾ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ 2 ലക്ഷം രൂപ തന്നിട്ട് EMIക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൽ തൈയുണ്ട്. ഇതിൽ എക്സാമ്പിൾ പറഞ്ഞത് വിറ്റുപോയ പ്ലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തൈ നട്ടിട്ടുണ്ട്, തൈ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അടച്ച് നിങ്ങളുടെ പേയ്മെന്റ് കഴിയുമ്പോഴത്തേക്ക് 80 മാസമാവും. അപ്പോഴേക്കും ഇതൊരു പകുതി വളർച്ച എത്തിയിട്ടുണ്ടാവും. പകുതി വളർച്ച ബാക്കി പകുതി വളർച്ച നിങ്ങൾ നോക്കിയാൽ മതി. പേയ്മെന്റ് നിങ്ങൾ കുറച്ച് തരുന്നുള്ളൂ. അങ്ങനെ ബെനിഫിറ്റും കൂടെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റ് ആണ് ശരിക്കും. ഇപ്പം അല്ലാതെ ഇപ്പോൾ ഒരു 100 കോടിയും 50 കോടിയും ആസ്തിയുള്ള ആൾക്കാർക്കൊന്നും ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് തോന്നണമെന്നില്ല. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരൊരിക്കലും അവരൊരു അസറ്റ് അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവരൊരു 5 കോടിയോ 10 കോടിയോ അല്ലെങ്കിൽ 25 കോടിയൊക്കെ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ആളുകൾ, ചിന്തിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ചിന്തിക്കാനുള്ള അവസരവും അത് യാഥാർത്ഥ്യമാക്കാനുള്ള അവസരവും ഞങ്ങൾ ഇതിലൂടെ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇത് ഒന്ന് എഴുതി വാങ്ങിയ ആള് സണ്ണി VP മാഷിന്റെ ടീമിലുള്ള ആളല്ലേ? അല്ലേ? അപ്പൊ ഇത് മാഷ കയ്യിൽ തന്നെ വെച്ചത് സണ്ണി VPക്ക് കൊടുക്കാനുള്ളത്. പിന്നെ ഇത് ഉദയൻ കെ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ മലപ്പുറത്ത് ബാലന്റെ ചേട്ടനല്ലേ? അതല്ലേ? സീതാമോണ്ടിലെ പ്ലോട്ട് അതല്ല, ഇവിടെ തൽക്കാലം കയ്യിൽ വെച്ചു, കാരണം ഓഫീസിന് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ പാലക്കാട് കൊറിയർ അയക്കാനുള്ളതാണ്, അമിത്തിനുള്ളതാണ്. ഇത് നമ്മൾ വർഗീസ് പി സി നമ്മുടെ തൃശ്ശൂരത്തല്ലേ? വർഗീസ് മറ്റേ അവിടെ മാഷ കെയർ ആണ്, അത് കയ്യിൽ വെച്ചോ തൽക്കാലം. പിന്നെ ഇത് മാഷിന്റെ രാധാകൃഷ്ണൻ രണ്ടുപേരും ഇവിടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് അല്ലേ? ഇത് മാഷിന്റെ പേരിൽ മാത്രമാണ്. അപ്പുറത്തേത് രാധാകൃഷ്ണൻ മാഷും വൈഫും. അപ്പൊ ഒരു പ്ലോട്ട് വൈഫിനും കൂടെ പാർട്ണർഷിപ്പ് കൊടുത്തിട്ടുണ്ട് മാഷ്. ഓക്കെ, ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഏതാണ്? ഇതല്ല, ഇനി ഏതാ? ഇത് നമ്മുടെ ഫ്രാൻസിസ് എന്ന് പറയണത് അത് മറ്റേ ജസീന്ത. അവരോട് വിളിച്ചു പറഞ്ഞെ. വേണ്ട, ഞാൻ വിനോദ ബാക്കിയുള്ള ഓഫീസിൽ നിന്ന് കൊടുത്തോളാം. പിന്നെ ഏതുള്ളത് ഇവിടെ വന്നേക്കണായിരുന്നു? മിനിമോൾ മാത്യു തൊടുപുഴ. ഇല്ല, അവര് വന്നിട്ടില്ല, അവരവിടെ കളക്ട് ചെയ്തു. ഇന്നലെ വന്നല്ലോ. പിന്നെ ലീലാമ ജിമ്മി, അതും പോയി. ഇത് കഴിഞ്ഞോ? അവർ കാര്യം ചെയ്യാം, ബാക്കിയുള്ള അവിടെ വെച്ചു നമുക്കത് ഒരുമിച്ച് അവിടെ വേണ്ട. മാഷിന്റെ മാത്രം നോക്കി ഒരു കാര്യം ചെയ്യുന്ന മാഷിന്റെ മാത്രം കയ്യിൽ വെച്ചു. ഞാൻ അവിടെ നോക്കി വേണ്ട, സൗണ്ട് ഒക്കെ കേൾക്കാം. ഇതിന്റെ പ്രത്യേകത CCTV വിത്ത് ഓഡിയോ നമ്മളുടെ ക്യാപ്ചർ ആവും. ഇവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ ലാൻഡ് ഓണേഴ്സിന് കേൾക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 8ഓളം ക്യാമറകൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. റൊട്ടേറ്റിംഗ് ക്യാമറയാണ്, 360 ഡിഗ്രി ആണ് ഇതിൻ്റെ പ്രത്യേകത. വൈഫൈ കണക്റ്റഡ് ആണ്, സോളാറാണ്, കറണ്ട് പോയാലും പ്രശ്നമില്ല. ഓക്കെ, സോളാർ ക്യാമറകളാണ്. ഹൈ സെക്യൂരിറ്റി ഇനിയും വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ്. ഓക്കെ.